എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ ഈ മഹാമാമാങ്കത്തിൽ നിന്ന് ഇന്ന് പുറത്തുവരുന്നത് കായിക പ്രേമികളുടെ ഹൃദയം തകർക്കുന്നതും മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അമ്പരപ്പിക്കുന്നതുമായ ഒരു നടുക്കുന്ന വാർത്തയാണ്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലുള്ള ആ സൂപ്പർ 8 ഹൈ വോൾട്ടേജ് പോരാട്ടം പ്രകൃതിയുടെ സംഹാരതാണ്ഡവമായ കനത്ത മഴയെ തുടർന്ന് പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരൊറ്റ പന്തുപോലും എറിയാതെ ഈ മത്സരം ഒലിച്ചുപോയത് മൈതാനത്തുള്ള ആയിരക്കണക്കിന് ആരാധകരെ മാത്രമല്ല നിരാശരാക്കിയത്, മറിച്ച് ഈ അപ്രതീക്ഷിത ഫലം സൂപ്പർ 8ലെ ഗ്രൂപ്പ് 2വിന്റെ പോയിന്റ് പട്ടികയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭൂകമ്പം സെമിഫൈനൽ പോരാട്ടത്തെ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയേക്കാൾ സങ്കീർണവും ഉദ്വേഗജനകവുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ അതിവിശദമായ വിശകലനത്തിൽ ഒരൊറ്റ മഴ ബാബർ അസമിന്റെയും മിച്ചൽ സാന്റ്നറുടെയും ടീമുകളുടെ തലവര എങ്ങനെ മാറ്റിമറിച്ചുവെന്നും ഗ്രൂപ്പ് 1ലെയും 2ലെയും സെമിഫൈനൽ വഴികൾ എങ്ങനെ അനിശ്ചിതത്വത്തിലാക്കിയെന്നും നാം പരിശോധിക്കാൻ പോകുകയാണ്. അതിനാൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക. രോമാഞ്ചം കൊള്ളിക്കുന്ന ഈ പോയിന്റ് ടേബിൾ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഗ്രൂപ്പ് 2ൽ പാകിസ്ഥാൻ സാങ്കേതികമായി 1ാം സ്ഥാനത്തുണ്ടെങ്കിലും അവരുടെ മുഖങ്ങളിൽ യാതൊരു സന്തോഷവുമില്ല. കാരണം ഒരു മത്സരം മഴ കൊണ്ടുപോയതോടെ അവർക്ക് ലഭിച്ചത് വെറും 1 പോയിന്റ് മാത്രമാണ്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ 0-ലും. ഇതേ അവസ്ഥ തന്നെയാണ് രണ്ടാമതുള്ള ന്യൂസിലൻഡിനും. എന്നാൽ യഥാർത്ഥ ഭയം ഒളിഞ്ഞിരിക്കുന്നത് 3ഉം 4ഉം സ്ഥാനങ്ങളിലാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും ഏഷ്യൻ സിംഹങ്ങളായ ശ്രീലങ്കയും അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഇവർ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ പോകുന്നതേയുള്ളൂ. പോയിന്റുകൾ ഒന്നുമില്ലെങ്കിലും പാകിസ്ഥാനും ന്യൂസിലൻഡും പോയിന്റ് പങ്കിട്ടതോടെ ഇംഗ്ലണ്ടിനും ശ്രീലങ്കയ്ക്കും സെമിയിലേക്കുള്ള രാജവീതി പെട്ടെന്ന് തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് അടുത്ത കളി ജയിച്ചാൽ അവർ ഒറ്റയടിക്ക് 1ാം സ്ഥാനത്തേക്ക് കുതിക്കുകയും പാകിസ്ഥാനും ന്യൂസിലൻഡിനും പുറത്തേക്കുള്ള വഴി തെളിയുകയും ചെയ്യും. ഈ ഹൃദയഭേദകമായ അനിശ്ചിതത്വത്തിൽ നിന്നും മാറി ഗ്രൂപ്പ് 1ന്റെ രാജകീയവും ആവേശകരവുമായ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരാണ് യഥാർത്ഥ ലോക ചാമ്പ്യന്മാർ ആകാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നു. സ്വന്തം കാണികളുടെ ആവേശ തിരമാലകൾക്ക് നടുവിൽ കളിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് വിനാശകരമായ ഫോമിലാണ്. അവരുടെ പ്രകടനം വമ്പൻ ടീമുകളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. അതേസമയം സൂര്യയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ചോരാത്ത പോരാട്ട വീര്യത്തോടെയുമാണ് രണ്ടാമതുള്ളത്. പരാജയമറിയാതെ സൂപ്പർ 8ലെത്തിയ ഇന്ത്യയുടെ സന്തുലിതമായ ബാറ്റിംഗ്, ബൌളിംഗ് നിര അവരെ കിരീടത്തിലേക്കുള്ള ഏറ്റവും ഭയപ്പെടുത്തുന്ന ഫേവറിറ്റുകളാക്കുന്നു. അജയരായ ഓസ്ട്രേലിയയെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടത്തിയ സിംബാബ്വെയാണ് 3ാമത്. ഇത് കേവലം വലിയ പേരുകാരുടെ ലോകകപ്പ് അല്ലെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഒപ്പം വർഷങ്ങളായി തങ്ങളെ വേട്ടയാടുന്ന ചോക്കേഴ്സ് എന്ന പേരുദോഷം മാറ്റാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ദക്ഷിണാഫ്രിക്കയും. ഗ്രൂപ്പ് 1 മഴയുടെ ഭീഷണിയില്ലാതെ തിളങ്ങി നിൽക്കുമ്പോൾ കൊളംബോയിലെ മഴ വിതച്ച നാശനഷ്ടങ്ങളിലേക്കും അതുണ്ടാക്കിയ വമ്പൻ വിവാദങ്ങളിലേക്കും നമുക്ക് വീണ്ടും വരാം. മത്സരം ഉപേക്ഷിച്ചതിനു ശേഷം പാകിസ്ഥാൻ ക്യാമ്പിലുണ്ടായ നിരാശയും രോഷവും അവിശ്വസനീയമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ പാക് നായകൻ സൽമാൻ അലി ആഘ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടത്തിയ വികാരഭരിതമായ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയ തീപ്പൊരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പേമാരിയിൽ തങ്ങൾക്ക് കളിക്കേണ്ടി വന്നത് ഇന്ത്യ കാരണമാണെന്നും ഇന്ത്യ ബോധപൂർവം തങ്ങളുടെ 2 പോയിന്റുകൾ തട്ടിയെടുത്തുവെന്നും അദ്ദേഹം ആരോപിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പാക് ടീം എത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നിത് കാണിക്കുന്നു. കാര്യങ്ങൾ ഇവിടെയും തീർന്നില്ല. ന്യൂസിലൻഡ് താരം മിച്ചൽ സാന്റ്നറും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തി. മഴക്കാലത്ത് ശ്രീലങ്കയിൽ ഇത്തരം പ്രധാന മത്സരങ്ങൾ വെച്ച തീരുമാനത്തെയും വെള്ളം കെട്ടിക്കിടക്കുന്ന ഔട്ട്ഫീൽഡ് ഉണക്കാൻ വൈകിയ ദുർബലമായ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ പ്രവർത്തനത്തെയും രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ദുബായ് പോലൊരു വേദി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കുകയും ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയുടെ വലിയൊരു ഗൂഢാലോചനയുണ്ടായേക്കാം എന്ന് തുറന്നടിക്കുകയും ചെയ്തു. കായിക ലോകത്തെ ആകെ പിടിച്ചുകുലുക്കുന്ന ഈ അത്യന്തം നാടകീയമായ പ്രസ്താവനകൾ ഒരു വശത്ത് കട്ടിപ്പടരുമ്പോഴും ഈ വികാരഭരിതമായ പ്രതികരണങ്ങൾക്കിടയിലെ അടിസ്ഥാന യാഥാർത്ഥ്യം നാം മറക്കാൻ പാടില്ല. ലോകകപ്പ് വേദികൾ നിശ്ചയിക്കുന്നതും മത്സരങ്ങൾ ക്രമീകരിക്കുന്നതും ICCയുടെ തികച്ചും സ്വതന്ത്രമായ തീരുമാനങ്ങളാണ് എന്നതാണ് യഥാർത്ഥ വാസ്തവം. തങ്ങളുടെ പരാജയഭീതി മറച്ചുവെക്കാൻ വേണ്ടി മാത്രമുള്ള ഇത്തരം വികാരഭരിതമായ ആരോപണങ്ങൾ മാറ്റിവെച്ചാൽ പാകിസ്ഥാനും ന്യൂസിലൻഡിനും ഇനിയുള്ള മത്സരങ്ങൾ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ മുഴുവൻ വിവസിച്ച കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? മഴ കാരണം പോയിന്റ് പങ്കിടേണ്ടി വന്നത് പാകിസ്ഥാനോട് ചെയ്ത വലിയൊരു അനീതിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ സൽമാൻ അലി ആഗയുടെയും സാന്റ്നറുടെയും ആരോപണങ്ങൾ വെറും പരാജയഭീതി മാത്രമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
ഇന്ത്യ ചാമ്പ്യൻ എന്നോ ക്രിക്കറ്റ് പൊളിറ്റിക്സ് എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ഓരോ കമന്റും ഞാൻ വളരെ സൂക്ഷ്മമായി വായിക്കാറുണ്ട്. ക്രിക്കറ്റിലെ ഇത്തരം ചൂടേറിയ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.